PSC ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ഫെബ്രുവരി മാസത്തെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ചാനലിലുള്ളതാണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സൈസ് ഫയർഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മുടെ ചാനലിൽ പഠിച്ച അനവധി കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കി കാണും. അപ്പോൾ നിങ്ങൾക്കിനി തുടർന്നുള്ള എക്സാമുകൾക്ക് കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് നേടണമെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയി കാണുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യ ചോദ്യം, HIV വൈറസ് അല്ലേ, നമ്മൾ പണ്ട് മുതലേ പഠിക്കുകയാണ്. HIV വൈറസ് കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടൈനർ, അദ്ദേഹം അന്തരിച്ചു കേട്ടോ. HIV വൈറസ് കണ്ടെത്തിയ ലൂക്ക് മൊണ്ടൈനർ അന്തരിച്ചു. 1983 മൊണ്ടൈനറും സഹപ്രവർത്തകരും കൂടിയിട്ട് HIV വൈറസ് കണ്ടെത്തിയത്. മാത്രമല്ല 2008 അദ്ദേഹത്തിന് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു കേട്ടോ. 2008 വർഷം കൂടി പഠിക്കണേ. അടുത്ത, ഇരുചക്ര വാഹനമെന്ന ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളിപ്പിച്ച പ്രമുഖ വ്യവസായിയായിട്ടുള്ള ബജാജ് ഗ്രൂപ്പ് ചെയർമാൻ രാഹുൽ ബജാജ് അന്തരിച്ചു കേട്ടോ. അപ്പോൾ ബജാജിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു രാഹുൽ ബജാജ്, അദ്ദേഹം അന്തരിച്ചു കേട്ടോ. IPL താരലേലം അല്ലേ, 2022 IPL താരലേലത്തിൽ ഏറ്റവും വില കൂടിയ ഇന്ത്യൻ താരം ആരാ? ഇഷാൻ കിഷനാണ്. ഇഷാൻ കിഷൻ മുംബൈയിലേക്കാണ് കേട്ടോ, മുംബൈ ടീമിലേക്കാണ് ഇഷാൻ കിഷനെ തിരഞ്ഞെടുത്തത് കേട്ടോ. 15.25 കോടിയാണ് ഇഷാൻ കിഷൻ കേട്ടോ. അത്ര അറിഞ്ഞു വയ്ക്കുക. ഏറ്റവും വില കൂടിയ താരം ഇന്ത്യൻ താരം കേട്ടോ, ഇഷാൻ കിഷൻ. 5000 വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ എല്ല് കണ്ടെത്തിയ നദീതീരം തെംസ് നദീതീരം കേട്ടോ. തെംസ്, ലണ്ടനിലെ തെംസ് നദിക്കരയിലാണ് 5000 വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ എല്ല് കണ്ടെത്തിയത്. ജർമ്മൻ പ്രസിഡന്റായി തുടരുന്നത് ആരാ? ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ ആണ് കേട്ടോ. ജർമ്മൻ പ്രസിഡന്റായിട്ട് വീണ്ടും തുടരുന്നത് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ കേട്ടോ. ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ ആണ് ജർമ്മൻ പ്രസിഡന്റായി വീണ്ടും തുടരുന്നത്. ബഹ്റൈൻ്റെ ആദ്യ ഗോൾഡൻ താമസ വിസ ലഭിച്ച മലയാളി ആരായിരിക്കും? MA യൂസഫ് അലി കേട്ടോ. ബഹ്റൈൻ്റെ ആദ്യ ഗോൾഡൻ താമസ വിസ ലഭിച്ചത് MA യൂസഫ് അലി. 3 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച് PSLV-C 52 PSLV-C 52 വിക്ഷേപണം വിജയിച്ചു കേട്ടോ. അടുത്തിടെ 3 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് അയച്ച PSLV-C 52 കേട്ടോ. ISRO ആണ് വിക്ഷേപിച്ചത്. ഗോവയിൽ കന്നി വോട്ട് ചെയ്ത ആദ്യ മലയാളി ഗവർണർ ആരാണ് ചോദിച്ചാൽ ശ്രീധരൻപിള്ള കേട്ടോ. ഗോവയിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ ആരാണ്? ശ്രീധരൻപിള്ളയാണ് കേട്ടോ. ടെന്നീസ് പുരുഷ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തിയ ആരാന്ന് ചോദിച്ചാൽ നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. ടെന്നീസ് പുരുഷ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തുന്ന താരം സെർബിയൻ താരമാണ് നൊവാക് ജോക്കോവിച്ച് കേട്ടോ. അപ്പോൾ സെർബിയ എന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കണേ. ചിലപ്പോൾ നൊവാക് ജോക്കോവിച്ച് ഏത് രാജ്യക്കാരനാണെന്നായിരിക്കും ചോദിക്കുക കേട്ടോ. സെർബിയൻ താരമാണ്, അതുകൂടി പഠിച്ചു വയ്ക്കുക. ഷാഗോസ് ദ്വീപിൻ്റെ അധികാരത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനും മൗറീഷ്യസും ആണ് കേട്ടോ. അപ്പോൾ ഷാഗോസ് ദ്വീപിൻ്റെ അധികാരത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനും മൗറീഷ്യസും. സർക്കാർ മെഡിക്കൽ കോളേജിലെ ആദ്യ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് കേട്ടോ. സർക്കാർ മെഡിക്കൽ കോളേജിലെ ആദ്യ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കാരവാൻ ടൂറിസം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ, തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തെന്ന്. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യ കാരവാൻ പാർക്ക് എവിടെയാണ് വന്നിരിക്കും ചോദിച്ചാൽ വാഗമണിലാണ് കേട്ടോ. സംസ്ഥാനത്ത് ആദ്യ കാരവാൻ പാർക്ക് വന്നത് വാഗമണിലാണ് കേട്ടോ. വാഗമണിലാണ് കാരവാൻ പാർക്ക്. കാരവാൻ ടൂറിസം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്തായിരുന്നു, ശംഖുമുഖത്തായിരുന്നു, കോവളത്തായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് കാരവാൻ പാർക്ക് വാഗമൺ. AK അർജുനൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ച ആർക്കായിരുന്നു? P ജയചന്ദ്രൻ കേട്ടോ. MK അർജുനൻ മാസ്റ്റർ പുരസ്കാരം 2022 ലഭിച്ചത് P ജയചന്ദ്രന്. P ജയചന്ദ്രൻ 2020 ഏത് പുരസ്കാരം ലഭിച്ചത്? JC ഡാനിയൽ പുരസ്കാരം അല്ലേ. കഴിഞ്ഞ 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. JC ഡാനിയൽ പുരസ്കാരം 2020 P ജയചന്ദ്രൻ. അതേപോലെ MK അർജുനൻ മാസ്റ്റർ പുരസ്കാരവും P ജയചന്ദ്രനാണ് കേട്ടോ, നോക്കി വയ്ക്കുക. ഓപ്പറേഷൻ സൈലൻസ് എന്തായിരുന്നു? വാഹനങ്ങളിലെ സൈലൻസർ രൂപമാറ്റത്തിനെതിരെ
കേരള പോലീസിൻ്റെ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ സൈലൻസ് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞു വയ്ക്കുക, ഓപ്പറേഷൻ സൈലൻസ്. ലുലു ഗ്രൂപ്പിൻ്റെ ഫുഡ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളത്തെ കളമശ്ശേരിയിലാണ് കേട്ടോ. ലുലു ഫുഡ് പാർക്ക് എവിടെ നിലവിൽ വരുന്നത്? എറണാകുളത്തെ കളമശ്ശേരിയിൽ. കേരള സർക്കാർ ഒഴിവാക്കാൻ തീരുമാനിച്ച നികുതി ഏതാണ്? കാർഷിക ആദായ നികുതി കേട്ടോ. കേരള സർക്കാർ നിരോധിക്കാൻ തീരുമാനിച്ച നികുതിയാണ് കാർഷിക ആദായ നികുതി. അടുത്ത വീക്കിലിയിലെ കുറച്ച് ചോദ്യങ്ങളാണ്. 2021 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ടോക്കിയോ പാരാലിമ്പിക്സ് നടന്നു അല്ലേ? അതിൽ ഇന്ത്യക്ക് എത്ര മെഡൽ കിട്ടി? 19 മെഡൽ കിട്ടി കേട്ടോ. ഇന്ത്യക്ക് 19 മെഡലാണ് പാരാലിമ്പിക്സിൽ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഏതായിരുന്നു? ഒളിമ്പിക്സിൽ നമുക്ക് എത്ര മെഡൽ കിട്ടി? 7 മെഡൽ അല്ലേ? പാരയിലാണെങ്കിൽ 19. 5 സ്വർണം, 8 വെള്ളി, 6 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. പാരാലിമ്പിക്സിൽ സ്വർണ്ണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അവനി ലേവറയാണ് കേട്ടോ. ഷൂട്ടിംഗ് ആണ്, രാജസ്ഥാൻ സ്വദേശിയാണ് കേട്ടോ. അപ്പോൾ പാരാലിമ്പിക്സിൽ സ്വർണ്ണം നേടിയ ആദ്യ വനിത, ഇന്ത്യൻ വനിത അവനി ലേവറ. ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഷൂട്ടിംഗ് എന്നുള്ളതുകൂടി ഇവിടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കേട്ടോ. പാരാലിമ്പിക്സിൽ മെഡൽ വെള്ളി നേടിയ ആദ്യ IAS ഓഫീസറാണ് സുഹാസ് യതിരാജ്. ഇതുകൂടി പഠിക്കണം. ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ IAS ഓഫീസറാണ് സുഹാസ് യതിരാജ്. ബാഡ്മിൻ്റൺ കേട്ടോ. ഇത് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണല്ലേ. പോയിൻ്റ് പട്ടികയിൽ 24ാം സ്ഥാനമാണ് ഇന്ത്യക്ക് കേട്ടോ. പോയിൻ്റ് പട്ടികയിൽ 24ാം സ്ഥാനമാണ് ഇന്ത്യക്ക് കേട്ടോ. 1ാം സ്ഥാനം ഏതാ? ചൈനയാണ് കേട്ടോ. 1ാം സ്ഥാനം നിൽക്കുന്നത് ചൈനയാണ്. അത്ര അറിഞ്ഞു വയ്ക്കുക. അടുത്ത പാരാലിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലുഡ്വിഗ് ഗുഡ്മാൻ ആണ് കേട്ടോ. ലുഡ്വിഗ് ഗുഡ്മാൻ ആണ് പാരാലിമ്പിക്സിൻ്റെ പിതാവ്. അത് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. റഷ്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയായ ദ്യൂമയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ്റെ കക്ഷി 3-2 ഭൂരിപക്ഷം നേടിയുണ്ടായി. ഈ രാഷ്ട്രീയ കക്ഷിയുടെ പേരെന്താണ്? യുണൈറ്റഡ് റഷ്യ കേട്ടോ. അപ്പോൾ വ്ളാഡിമിർ പുതിൻ്റെ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് റഷ്യ. ലോകത്തിലെ ആദ്യ പാരിസ്ഥിതി സൗഹൃദ ഫ്ലോട്ടിംഗ് ഹൗസ് അരങ്ങേറ്റം കുറിച്ചത് എവിടെയാണ്? ദുബായിലാണ്. ലോകത്തിലെ ആദ്യ പാരിസ്ഥിതിക സൗഹൃദ ഫ്ലോട്ടിംഗ് ഹൗസ് അരങ്ങേറ്റം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദുബായ്. അടുത്ത് മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള 2020 പെൻ ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരം നേടിയ എഴുത്തുകാരിയാണ് അനിത ആനന്ദ് കേട്ടോ. മികച്ച ചരിത്ര ഗ്രന്ഥത്തിനുള്ള 2020 പെൻ ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരം നേടിയത് അനിത ആനന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു മൈക്കിൾ ഓഡെയർ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിനെ വധിച്ച ഉദ്ധം സിംഗിൻ്റെ ജീവിതം വിവരിക്കുന്ന കൃതിയായിരുന്നു അനിത ആനന്ദ് എഴുതിയത് കേട്ടോ. ആ കൃതിയുടെ പേരാണ് ദ പേർഷ്യൻ അസാസിൻ, എ ട്രൂ ടെയിൽ ഓഫ് മസക്കർ, റിവെഞ്ച് ആൻഡ് ദി രാജ്. ഇതാണ് കൃതി കേട്ടോ. ഈ കൃതി എഴുതിയതിനാണ് അനിത ആനന്ദിന് 2020 പെൻ ഹെസൽ ടിൽറ്റ്മാൻ പുരസ്കാരം നേടിയത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പുരസ്കാരം ചോദിച്ചില്ലെങ്കിലും ഈ ഒരു കൃതി വന്നിട്ട് ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം കേട്ടോ. ഉദ്ധം സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൃതിയാണ് ദ പേർഷ്യൻ അസാസിൻ, എ ട്രൂ ടെയിൽ ഓഫ് മസക്കർ, റിവെഞ്ച് ആൻഡ് ദി രാജ് എന്ന കൃതി കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. 1940 മാർച്ച് 13 ലണ്ടനിൽ വെച്ച് മൈക്കിൾ ഓഡെയർ വധിക്കപ്പെട്ടത് കേട്ടോ. അത് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. മാത്രമല്ല 1940 ഉദ്ധം സിംഗിലെ ഉദ്ധം സിംഗിൻ്റെ പേരിലുള്ള ജില്ല ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അതുകൂടി ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഉദ്ധം സിംഗിൻ്റെ പേരിൽ ഉള്ള നഗരം ഉദ്ധം സിംഗ് നഗർ അത് ഏത് സംസ്ഥാനത്തുള്ള ജില്ലയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലെ ജില്ലയാണ് കേട്ടോ. ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അന്തരിച്ചു. ഫക്കീർ ചന്ദ് കോഹ്ലിയാണ് കേട്ടോ. ഫക്കീർ ചന്ദ് കോഹ്ലിയാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അടുത്തിടെ അന്തരിച്ചു ഫക്കീർ ചന്ദ് കോഹ്ലി. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കേട്ടോ. ലോക പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തുൻബെർഗ് ഏത് രാജ്യക്കാരിയാണ്? സ്വീഡിഷ് ആണ് കേട്ടോ. സ്വീഡനാണ് ഗ്രെറ്റ തുൻബെർഗിൻ്റെ രാജ്യം കേട്ടോ. റൈറ്റ് ലിവ്ലിഹുഡ് അവാർഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2019 മറ്റാണ് കേട്ടോ റൈറ്റ് ലിവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 150ാം ചരമവാർഷിക ദിനമാണ് 2021 ജനുവരി 3 ആചരിച്ച് ചോദിച്ചാൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ കേട്ടോ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെയാണ് 150ാം ചരമവാർഷികം 2021 ജനുവരി 3 ആചരിച്ചത്. 1805 ഫെബ്രുവരി 10 കൈനകരിയിൽ ജനിച്ചത് കേട്ടോ. ദ ഇന്ത്യ സ്റ്റോറി എന്ന പുസ്തകം രചിച്ചത് മുൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ബിമൽ ജലാൻ ആണ് കേട്ടോ.
ദ ഇന്ത്യ സ്റ്റോറി എന്ന പുസ്തകകാരൻ്റെയായിരുന്നു ബിമൽ ജലാൻ. സംസ്ഥാനത്തെ എത്രാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു പി സതീദേവി? 7ാമതാണ് കേട്ടോ. 7ാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് സതീദേവി. പ്രഥമ അധ്യക്ഷരായിരുന്നു സുഗതകുമാരിയാണ്, നമുക്കറിയാം അല്ലേ. 2 പ്രാവശ്യമായിട്ടുള്ളത് ഡി ശ്രീദേവിയാണ് കേട്ടോ. ഡി ശ്രീദേവിയാണ് 2 തവണ ആയിട്ടുള്ളത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ ദൗത്യത്തിന് എന്തായിരുന്നു പേര് നൽകിയിട്ടുള്ളത്? സമുദ്രയാൻ അല്ലേ. ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ ദൗത്യത്തിന് പേര് സമുദ്രയാൻ. മനുഷ്യരെ ആഴക്കടലിലേക്ക് ഇറക്കിയ പര്യവേക്ഷണമാണ് നടത്തുന്നത്. ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള മാറ്റ്സി A6000 എന്ന അന്തർവാഹിനിക്ക് 3 പേരെ വഹിക്കാനാവും കേട്ടോ. ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റ്സി A6000 എന്ന അന്തർവാഹിനിക്ക് 3 പേരെ വഹിക്കാനാവും. അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാക്കുന്ന കേന്ദ്ര ആരോഗ്യ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കേട്ടോ. എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ ലഭ്യമാക്കുന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനാണ്. 1947 വിഭജനത്തെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 14 ഏത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു? വിഭജന ഭീതിയുടെ ഓർമ്മദിനം. അപ്പോൾ വിഭജന ഭീതി ദിനം ഏതാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 14 കേട്ടോ. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രിയായിരുന്നു സുരേഷ് അങ്കടി അല്ലേ. ഇതൊക്കെ പഴയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചാണ്. റെയിൽവേ സഹമന്ത്രിയായിരുന്നു ഇദ്ദേഹം. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അധ്യയനവും കുട്ടികളുടെ പഠനവും മെച്ചപ്പെടുത്താൻ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന ദേശീയ പദ്ധതിയാണ് സ്റ്റാർസ് കേട്ടോ. സ്റ്റാർസിന് ഫുൾ ഫോം ഉണ്ട് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം കേട്ടോ. സ്റ്റാർസ് ആണ്. നല്ല ചോദ്യമാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അധ്യയനവും കുട്ടികളുടെ പഠനവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന ദേശീയ പദ്ധതിയാണ് സ്റ്റാർസ്. രാജ്യത്തെ 51ാമത് കടുവാ സങ്കേതം ഏതായിരുന്നു? ശ്രീ വില്ലിപുത്തൂർ മേഘമലൈ തമിഴ്നാട് അല്ലേ. 51ാമത് കടുവാ സങ്കേതം വില്ലിപുത്തൂർ മേഘമലൈ തമിഴ്നാട്. അടുത്ത 2019 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ച ആർക്കായിരുന്നു? കാർട്ടൂണിസ്റ്റ് യേശുദാസനായിരുന്നു അല്ലേ. 2019 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. 1 ലക്ഷം രൂപ ആയിരുന്നു ശില്പവുമായിരുന്നു പുരസ്കാരം കേട്ടോ. താലിബാൻ ഭരണം പിടിച്ചടക്കിയതോടെ അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെയും മറ്റു വിദേശ പൗരന്മാരെയും രക്ഷപ്പെടുത്താൻ ഇന്ത്യയുടെ ദൗത്യം, അതിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ദേവി ശക്തി അല്ലേ. ഓപ്പറേഷൻ ദേവി ശക്തിയായിരുന്നു. താലിബാനിൽ കുടുങ്ങിക്കിടന്നവരെ തിരികെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ദേവി ശക്തി. എങ്കിൽ ഇപ്പോൾ ഉക്രൈനിലെ ഇന്ത്യക്കാരെ എത്തിക്കുന്ന പദ്ധതി എന്തായിരുന്നു? ഓപ്പറേഷൻ ഗംഗയാണ് കേട്ടോ. ഓപ്പറേഷൻ ഗംഗയാണ്. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത സുപ്രീം കോടതിയിൽ അടുത്തിടെ നിയമിതനായ 9 ജഡ്ജിമാരിലെ ഏക മലയാളി ആരായിരുന്നു? CT രവികുമാർ കേട്ടോ. CT രവികുമാറാണ് ഇപ്പം നിലവിൽ സുപ്രീം കോടതിയിലുള്ള ഏക മലയാളിയായ ജഡ്ജി. എങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ആരായിരുന്നു? P ഗോവിന്ദമേനോൻ. P ഗോവിന്ദമേനോൻ ആദ്യ ജഡ്ജി കേട്ടോ. ആദ്യ വനിതയാണെങ്കിൽ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം എന്തായിരുന്നു? നീതിയുടെ ധീരസഞ്ചാരം അല്ലെ. ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ചായിരുന്നു നീതിയുടെ ധീരസഞ്ചാരം. എങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാ? KG ബാലകൃഷ്ണൻ അല്ലേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയായിരുന്നു KG ബാലകൃഷ്ണൻ. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിക്കാണ് 2021 നൂറ്റാണ്ട് തികഞ്ഞു വെച്ച വേദാധികാര നിരൂപണം കൃതിക്കാണ് നൂറ്റാണ്ട് തികഞ്ഞു കേട്ടോ 2021. അതിൽ ഗോത്രവർഗ സമര നായകനായ ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15 ഏത് ദിനമായിട്ട് ആചരിക്കുന്നത് ചോദിച്ചാൽ ജനജാതീയ ഗൗരവ് ദിവസം. ജനജാതീയ ഗൗരവ് ദിവസമായിട്ടാണ് ബിർസ മുണ്ടയുടെ ജന്മദിനം ആചരിക്കുന്നത്. 2021 ഓഗസ്റ്റ് 19 അന്തരിച്ച കായിക പരിശീലകനായിരുന്നു മലയാളി OM നമ്പ്യാർ. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി 2021. പ്രഥമ ദ്രോണാചാര്യ പുരസ്കാര ജേതാവായിരുന്നു അദ്ദേഹമായിരുന്നു 1985. അടുത്ത നമ്മൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വരെ പറഞ്ഞു അല്ലേ. നിലവിലെ അധ്യക്ഷരായിരുന്നു സതീദേവി.
ഏഴാമത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള വനിതാ കമ്മീഷൻ അധ്യക്ഷന്മാരെ നോക്കാം. ആദ്യത്തെ ആരായിരുന്നു? സുഗതകുമാരിയാണ് ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ, സുഗതകുമാരി. രണ്ടാം തവണ ഡി ശ്രീദേവിയാണ് കേട്ടോ. ഡി ശ്രീദേവിയാണ് രണ്ടാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ വ്യക്തിയും ശ്രീദേവിയാണ്. രണ്ടാമതും 2 തവണയായതും ഡി ശ്രീദേവിയാണ്. അതുപോലെ അടുത്തത് എം കമലമാണ്. എം കമലം. അതുപോലെ കെ സി റോസക്കുട്ടി. പിന്നീടായിരുന്നു എം സി ജോസഫൈൻ. ഇതിനു മുന്നിലുള്ള എം സി ജോസഫൈൻ. അവസാനത്തേത് നിലവിലും ആരാണെന്ന് ചോദിച്ചാൽ പി സതീദേവി അല്ലേ. 7ാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു പി സതീദേവി. അറിഞ്ഞു വയ്ക്കുക. 2022 പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു അല്ലേ, നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഓടിച്ചു പോട്ടോ. 122 പേർക്കാണ് 2022 പത്മ പുരസ്കാരം ലഭിച്ചു കേട്ടോ. 2022 122 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചു. ഇതിൽ 4 പേർക്ക് പത്മവിഭൂഷണും 17 പേർക്ക് പത്മഭൂഷണും 107 പേർക്ക് പത്മശ്രീയുമാണ് ലഭിച്ചു കേട്ടോ. 17 പേർക്ക് പത്മഭൂഷൺ 17 പേർക്ക് പത്മഭൂഷൺ, 107 പേർക്ക് പത്മശ്രീ, 4 പേർക്ക് പത്മവിഭൂഷൺ എന്നിങ്ങനെയാണ് കൊടുത്തത്. അതിൽ 13 പേർക്ക് മരണാന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. 13 പേർക്ക് മരണാന്തര ബഹുമതിയായിട്ടായിരുന്നു പുരസ്കാരം ലഭിച്ചത് കേട്ടോ. മാത്രമല്ല മലയാളിയായിട്ടുള്ള 4 പേർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചായിരുന്നു. അത് നമുക്ക് എന്തായാലും പഠിക്കണം. ഒന്ന് കവി പി നാരായണക്കുറുപ്പ്. അപ്പോൾ പി നാരായണക്കുറുപ്പ് ഏത് മേഖലയിലാണ് എന്ന് ചോദിക്കും. കവിയാണ്. അതുപോലെ കളരി ആചാര്യൻ ശങ്കരനാരായണ മേനോൻ. സാക്ഷരതാ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള മലപ്പുറത്തെ കെ വി റാബിയ. അപ്പോൾ കെ വി റാബിയ എന്തായിരുന്നു? സാക്ഷരതാ മേഖലയിലാണ് പ്രാവീണ്യം കേട്ടോ. അടുത്ത വെച്ചൂർ പശു പരിപാലനത്തിലൂടെ മൃഗസംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ ശോശമ്മ ഐപ്പ് എന്തായിരുന്നു? മൃഗസംരക്ഷണം. വെച്ചൂർ പശു സംരക്ഷണമായിരുന്നു ശോശമ്മ ഐപ്പ് കേട്ടോ. അപ്പോൾ ഇവർക്ക് പത്മശ്രീ ലഭിച്ച മലയാളികളാണ്. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ പോകുന്ന സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഡിജിറ്റൽ സർവകലാശാലയും സി മാറ്റ് എന്നിവ ചേർന്നിട്ടാണ് ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ കേരളത്തിൽ സ്ഥാപിക്കുന്നത്. അതുപോലെ സിംഹത്തിലും പുള്ളിപ്പുലിയിലും വാക്സിൻ പരീക്ഷണം. ഇന്ത്യയിലെ ചെന്നൈ മൃഗശാലയിലെ സിംഹങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ സിംഹത്തിലും പുള്ളിപ്പുലിയിലും വാക്സിൻ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെയായിരുന്നു പരീക്ഷണം നടത്തിയത് ചോദിച്ചാൽ ഗുജറാത്തിലെ ജുനഗഡിലെ സക്കർബാഗ് മൃഗശാലയിലാണ് ആദ്യമായിട്ട് മൃഗങ്ങളിലെ വാക്സിൻ പരീക്ഷ ഇന്ത്യയിൽ കേട്ടോ. എവിടെയാണ്? ഗുജറാത്തിലെ ജുനഗഡിലെ സക്കർബാഗ് മൃഗശാലയിലാണ് കേട്ടോ. അപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈ മൃഗശാലയിൽ. അതേ തുടർന്നിട്ട് വാക്സിൻ പരീക്ഷ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ജുനഗഡിലെ സക്കർബാഗ് മൃഗശാല. ജെയിംസ് വെബ് ലക്ഷ്യസ്ഥാനത്തെത്തി. അതായത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയുടെ രഹസ്യം തേടിയിട്ട് 2021 ക്രിസ്മസ് ദിനത്തിൽ വിക്ഷേപിച്ചതായിരുന്നു ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. അത് 2022 ജനുവരി 24 ലക്ഷ്യസ്ഥാനത്തെത്തി. അത്രയും അറിഞ്ഞു വയ്ക്കുക. ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോളിൽ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് സലീമ മുഗൻ സാങ്ക. ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി സലീമ മുഗൻ സാങ്ക. കേരളത്തിൽ 18 വയസ്സിന് മുകളിലുള്ള 100% പേരും കോവിഡ് പ്രതിരോധ വാക്സിൻ ആദ്യ ഡോസ് പൂർത്തിയാക്കിയ തീയതിയാണ് 2022 ജനുവരി 21 കേട്ടോ. 18 വയസ്സിന് മുകളിലുള്ള 100% പേരും കോവിഡ് വാക്സിൻ്റെ ആദ്യ ഡോസ് പൂർത്തിയാക്കിയ ഡേറ്റ് 2022 ജനുവരി 21. 2022 ജനുവരി 23 ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ 125ാം ജന്മവാർഷികമാണ് രാജ്യം ആഘോഷിച്ചു ചോദിച്ചാൽ നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം. ആ ജന്മദിനം നമ്മൾ ഏത് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു? പരാക്രം ദിവസം അല്ലേ. പരാക്രം ദിവസമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ച എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗേറ്റിലാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റിലാണ് പ്രതിമ സ്ഥാപിച്ചത്. 11ാം നൂറ്റാണ്ടിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ഏത് വ്യക്തിയുടെ 216 അടി ഉയരമുള്ള പ്രതിമയാണ് ഹൈദരാബാദിലെ ഷംസാബാദിൽ ഉദ്ഘാടനം ചെയ്തത് ചോദിച്ചാൽ രാമാനുജാര്യൻ്റെയാണ് പ്രതിമ. എവിടെ വരുന്നത് ചോദിച്ചാൽ ഹൈദരാബാദിലെ ഷംസാബാദിൽ കേട്ടോ. 216 അടി ഉയരമുള്ള പ്രതിമ രാമാനുജൻ്റെയാണ് കേട്ടോ. അതുപോലെ ദേശീയ കൈയെഴുത്ത് ദിനമായി ആചരിക്കുന്നത് ജനുവരി 23 കേട്ടോ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് പഠിച്ചു വയ്ക്കുക.
ദേശീയ കൈയെഴുത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 23. സുഭാഷ് ചന്ദ്രബോസിന് നല്ല കൈയക്ഷരമായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ജനുവരി 23. US വൈറ്റ് ഹൗസ് സൈനിക ഓഫീസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ രാജിവെച്ച മലയാളിയായിരുന്നു മജു വർഗീസ് കേട്ടോ. US വൈറ്റ് ഹൗസ് സൈനിക ഓഫീസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ രാജിവെച്ച മലയാളിയായിരുന്നു മജു വർഗീസ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം കിട്ടിയ മലയാളിയാണ് ദേവി പ്രസാദ്, മലപ്പുറം സ്വദേശി. നമ്മൾ പഠിച്ചായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച രാഷ്ട്രപതി സർവോത്തം ജീവൻ രക്ഷാ പതക് മരണാന്തര ബഹുമതിയായിട്ട് ലഭിച്ച ആർക്കായിരുന്നു ചോദിച്ചാൽ RR ശരത്താണ് കേട്ടോ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിരുന്നു RR ശരത്ത്. സർവോത്തം ജീവൻ രക്ഷാ പതക് കേട്ടോ, RR ശരത്. അടുത്ത വിയോഗങ്ങളാണ്. ബ്രസീലിയൻ സാമ്പ സംഗീത ഇതിഹാസം എൽസ സോറസ് അന്തരിച്ചു. ബ്രസീലിയൻ സാമ്പ സംഗീത ഇതിഹാസമായിരുന്നു എൽസ സോറസ്, അന്തരിച്ചു കേട്ടോ. US ഗായകനും നടനുമായിട്ടുള്ള മീറ്റ് ലോഫ് അന്തരിച്ചു. US ഗായകനും നടനുമായിട്ടുള്ള വ്യക്തിയായിരുന്നു മീറ്റ് ലോഫ്, അന്തരിച്ചു. കളിക്കാരനും പരിശീലകനുമായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിൽ നിറഞ്ഞു നിന്നിരുന്ന ഇതിഹാസമായിരുന്നു സുഭാഷ് ഭൗമിക്, അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അടുത്തിടെ അന്തരിച്ച മുൻ ഫുട്ബോൾ ഇതിഹാസമായിരുന്നു സുഭാഷ് ഭൗമിക്. ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ച തത്വചിന്തകനും കവിയുമായിരുന്നിട്ടുള്ള വിയറ്റ്നാമീസ് ബുദ്ധ സന്യാസി തിച്ച് നാറ്റ് ഹാൻ അന്തരിച്ചു. തിച്ച് നാറ്റ് ഹാൻ അന്തരിച്ചു കേട്ടോ. സംസ്ഥാന യുവശാസ്ത്രജ്ഞ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആർക്കൊക്കെയായിരുന്നു? നീലാദ്രി ശേഖർ ചാറ്റർജി, നീലാദ്രി ശേഖർ ചാറ്റർജി, CS അനൂപ്, AM റമ്യ, CR ജയനാരായണൻ. ഇവർ 4 പേർക്കായിരുന്നു സംസ്ഥാന യുവശാസ്ത്രജ്ഞ പുരസ്കാരങ്ങൾ 2022 പ്രഖ്യാപിച്ച്. നീലാദ്രി ശേഖർ ചാറ്റർജി, CS അനൂപ്, AM റമ്യ, CR ജയനാരായണൻ. അതുപോലെ സ്മൃതി മന്ദാന മികച്ച വനിതാ ക്രിക്കറ്റ് താരം 2021 കേട്ടോ. മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള ICCയുടെ പുരസ്കാരം ലഭിച്ച ആർക്കായിരുന്നു? സ്മൃതി മന്ദാന കേട്ടോ. ഇതേപോലെ പുരുഷ താരം ആരായിരുന്നു ചോദിച്ചാൽ ഷഹീൻ ഷാ അഫ്രീഡി. പാകിസ്ഥാൻ്റെ ഷഹീൻ ഷാ അഫ്രീഡിയാണ് 2021 മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അതോടുകൂടി കേരളത്തിൽ നിരോധിച്ച ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രീ ഫയർ ഗെയിം കേട്ടോ. അപ്പോൾ അടുത്തിടെ കേരള സർക്കാർ നിയമിച്ച ഗെയിം ഏതാണ്? ഫ്രീ ഫയർ ഗെയിം കേട്ടോ. അടുത്ത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV 52 കേട്ടോ. PSLV 52 റോക്കറ്റായിരുന്നു 2022 ആദ്യ ബഹിരാകാശ ദൗത്യം കേട്ടോ ISROയുടെ. EOS 04 ആണ് ഇതിൽ പ്രധാനം. EOS 04 ആണ് ഇതിൽ പ്രധാനം. ഭാരം 1710 കിലോഗ്രാം ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, 2022 ISROയുടെ ആദ്യ ദൗത്യം PSLV 52 കേട്ടോ. 2021 ഏതായിരുന്നു? PSLV 51 അല്ലേ? ആമസോണിയ എന്ന റോക്കറ്റ് ഇതിനൊക്കെ കൊണ്ടുപോയത് PSLV 51 ആണ് 2021. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CG ശാന്തകുമാർ പുരസ്കാരം ലഭിച്ചത് മലയത്ത് അപ്പുണ്ണിക്കാണ് കേട്ടോ. മലയത്ത് അപ്പുണ്ണിക്കാണേ, അത് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. പിൻസീറ്റിൽ നടുക്കിരിക്കുന്നവർക്ക് ഉൾപ്പെടെ കാറിലെ മുഴുവൻ യാത്രക്കാർക്കുമുള്ള സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കണമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു കേട്ടോ. ഇതിനെ 3 പോയിൻറ്റ് സേഫ്റ്റി എന്നാണ് വിളിക്കുക കേട്ടോ. 3 പോയിൻറ്റ് സേഫ്റ്റി എന്നാണ് ഇതിന് പറയുന്ന പേര് കേട്ടോ. അതായത് കാറിലിരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയാണ്. 3 പോയിൻറ്റ് സേഫ്റ്റി എന്നാണ് ഇതിന് പറയാം. മലയാളം മിഷൻ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടറായി ചുമതലയേറ്റത് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള മുരുകൻ കാട്ടാക്കട. കാരവാൻ പാർക്ക് നമ്മൾ പറഞ്ഞു വാഗമണിലല്ലേ. ഓക്കെ, ബോളിവുഡിൻ്റെ ഡിസ്കോ കിങ് എന്ന വിശേഷണമുള്ള ബാപ്പി ലഹരി ഓർമ്മയായിട്ടോ. അതായത് ബോളിവുഡിലെ
യുവത്വത്തിന് ഡിസ്കോ സംഗീതത്തിൻ്റെ മാസ്മരിക ലഹരി പകർന്നു കൊടുത്ത വ്യക്തിയായിരുന്നു ബാപ്പി ലഹരി. അദ്ദേഹം അന്തരിച്ചു. ഡിസ്കോ കിങ് എന്നറിയപ്പെടുന്നു കേട്ടോ ഇദ്ദേഹം. UAE ആദ്യ ഡിജിറ്റൽ ബാങ്കിൽ പങ്കാളികളെന്ന് ആരൊക്കെയാന്ന് ചോദിച്ചാൽ MA യൂസഫ് അലിയും ആദിത്യ ബിർള ഗ്രൂപ്പുമാണ് കേട്ടോ. കുമാർ മംഗലം ബിർള. അതായത് UAE ആദ്യ ഡിജിറ്റൽ ബാങ്കിൽ പങ്കാളികളാകുന്ന മലയാളികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ MA യൂസഫ് അലിയും കുമാർ മംഗലം ബിർള അഥവാ ആദിത്യ ബിർള ഗ്രൂപ്പാണ് കേട്ടോ. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ ചേർന്ന നിയമസഭ ഏതാണെന്ന് ചോദിച്ചാൽ കേരള നിയമസഭ കേട്ടോ. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നിയമസഭ സമ്മേളിച്ച് റെക്കോർഡ് ഇട്ടത് കേരള നിയമസഭയാണ്. പ്രശസ്ത മലയാള സിനിമാ താരമായിട്ടുള്ള കോട്ടയം പ്രദീപ് അന്തരിച്ചു അല്ലേ. പ്രശസ്ത മലയാള സിനിമാ താരമായിട്ടുള്ള കോട്ടയം പ്രദീപ് അന്തരിച്ചു. അടുത്തിടെ ഏത് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ മർദ്ദമാണ് ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവാണെന്ന് കണ്ടെത്തി ചോദിച്ചാൽ പ്ലൂട്ടോയുടെ കേട്ടോ. പ്ലൂട്ടോയുടെ അന്തരീക്ഷ മർദ്ദമാണ് ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവാണെന്ന് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത്. ചാണകത്തിൽ നിന്നും വൈദ്യുത നിലയങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് കേട്ടോ. ചാണകത്തിൽ നിന്നും വൈദ്യുതി നിലയങ്ങൾ എന്നൊരു ലക്ഷ്യം വെച്ചിട്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനം ചോദിച്ചാൽ ഛത്തീസ്ഗഡ് ആണ്. കൊറോണ വൈറസിൻ്റെ ഡെൽറ്റ ഒമിക്രോൺ വകഭേദങ്ങളുടെ സങ്കരമായിട്ടുള്ള ഡെൽറ്റ ക്രോൺ ആദ്യമായി സ്ഥിരീകരിച്ചത് ബ്രിട്ടനിലാണ് കേട്ടോ. ഡെൽറ്റ ക്രോൺ ആദ്യമായി സ്ഥിരീകരിക്കുന്നത് ബ്രിട്ടനിലാണ്. ഇന്ത്യയുടെ ഏത് ദേശീയ നേതാവിൻ്റെ 100ാം ചരമവാർഷികമാണ് 2020 ഓഗസ്റ്റ് 1 ആചരിച്ചത്? ബാലഗംഗാധര തിലകൻ്റെ 100ാം ചരമവാർഷികമായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 1 1920 അദ്ദേഹം അന്തരിച്ചത്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് തിലകനെ വിശേഷിപ്പിച്ചായിരുന്നു വാലന്റൈൻ ഷിറോളാണ് കേട്ടോ. 2021 അറബിക്കടലിൽ രൂപം കൊണ്ട ടൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മ്യാൻമാർ ആയിരുന്നു. 2021 അറബിക്കടലിൽ ടൗട്ടെ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് മ്യാൻമാർ. ടൗട്ടയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലിസാർഡ്, പല്ലി എന്നാണ് ടൗട്ടയുടെ അർത്ഥം കേട്ടോ. ആദ്യ നോവൽ ചലച്ചിത്രമായപ്പോൾ തിരക്കഥ രചിച്ച് നായിക വേഷത്തിൽ അഭിനയിച്ച കഥാകാരനാരായിരുന്നു? അടുത്തിടെ അന്തരിച്ചു. മാടമ്പ് കുഞ്ഞിക്കുട്ടനാണ് കേട്ടോ. മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. 1970 പ്രസിദ്ധീകരിച്ച അശ്വത്ഥാത്മാവാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ കേട്ടോ. അറിഞ്ഞു വയ്ക്കുക. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളിയായിരുന്നു MP സദാശിവൻ കേട്ടോ. പഠിച്ചു വയ്ക്കുക, നല്ല ചോദ്യമാണ്. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളിയായിരുന്നു MP സദാശിവൻ. നാഗ്പൂരിലെ വാൻറായി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മൻമോഹൻ ദാരി രാഷ്ട്രീയ നിർമ്മാണ പുരസ്കാരം നേടിയ മലയാളിയായിരുന്നു E ശ്രീധരൻ. നമ്മുടെ മെട്രോമാനായിട്ടുള്ള E ശ്രീധരൻ. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന 2022 അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഇബ എന്നാണ്. അപ്പോൾ 2022 അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയായിരുന്നു? ഇന്ത്യ. അതിൻ്റെ ഭാഗ്യചിഹ്നം ഇബ കേട്ടോ. പഠിച്ചു വെക്കണേ. 2021 കാൻ ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയായിരുന്നു പായൽ കബാഡിയ. ചിത്രം ഏതായിരുന്നു? എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് കേട്ടോ. എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് ആണ് ചിത്രത്തിനാണ് പുരസ്കാരം കേട്ടോ. ഏത് പ്രശസ്ത വ്യക്തിയുടെ 100ാം ജന്മവാർഷിക ദിനത്തിൻ്റെ പരിപാടികളുടെ പേരായിരുന്നു ശതപൂർണിമ? PK വാര്യർ കേട്ടോ. PK വാര്യരുടെ 100ാം ജന്മവാർഷിക പരിപാടിയുടെ പേരായിരുന്നു ശതപൂർണിമ. ആയുർവേദ ആചാര്യനും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന PK വാര്യർ 2024 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ആത്മഹത്യയുടെ പേരെന്തായിരുന്നു? സ്മൃതി പർവ്വമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ പേരിട്ട്. നമ്മൾ ആ സമയത്ത് പഠിച്ചായിരുന്നു. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ
AK മിശ്ര അഥവാ അരുൺകുമാർ മിശ്ര. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാതെ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ വ്യക്തിയാണ് കേട്ടോ. അതായത് 2019 ഭേദഗതി നടന്നു അല്ലേ, ആ ഭേദഗതിയെ തുടർന്നിട്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പുറമെ സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ച ആൾക്കും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാം എന്നൊരിത് കൊണ്ടുവന്നത്. അതേ തുറന്നിട്ട് ആദ്യമായിട്ട് സുപ്രീം കോടതി ജഡ്ജി ആയതിനു ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ വ്യക്തിയാണ് അരുൺകുമാർ മിശ്ര. അത് നല്ല ചോദ്യമാണ് കേട്ടോ, പഠിച്ചു വെക്കണം. 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലേ. അതിനൊരു ആപ്തവാക്യമുണ്ട് കേട്ടോ, മേ ആൾ ബി ഹാപ്പി എന്നാണ് കേട്ടോ. മേ ആൾ ബി ഹാപ്പി എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം. അത്ര ഇത് 2021 ജൂൺ 5 ആഘോഷിച്ച ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് നടന്നിട്ടുള്ള ഫയർഫോഴ്സ് എക്സാമിൻ്റെ ചോദ്യമായിരുന്നു ഇത്. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ കേട്ടോ, എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. പ്രവാസി ഇന്ത്യക്കാർക്ക് നൽകി വരുന്ന ഉന്നത ബഹുമതിയായ പ്രവാസി ഭാരതീയ സമ്മാനം 2021 നേടിയ മലയാളികൾ ആരൊക്കെയായിരുന്നു? പ്രിയങ്ക രാധാകൃഷ്ണൻ, ന്യൂസിലൻഡിലെ മന്ത്രിയായിട്ടുള്ള മലയാളി. ഡോക്ടർ മോഹൻ തോമസ്, ഖത്തർ വൈദ്യസേവനം. സിദ്ദിഖ് അഹമ്മദ്, സൗദി അറേബ്യ വ്യവസായി. KG ബാബുരാജ്, ബഹ്റൈൻ വ്യവസായി. ഇവർക്കൊക്കെയായിരുന്നു പ്രവാസി ഭാരതീയ പുരസ്കാരം കിട്ടിയിട്ടുള്ള മലയാളികൾ. പഠിച്ചു വയ്ക്കുക. 2003 മുതലാണ് ഈ പുരസ്കാരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരായിരുന്നു? CK അബ്ദുൾ റഹ്മാനാണ് കേരള നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ കേട്ടോ. ഏത് തമിഴ് ദേശീയ കവിയുടെ 100ാം ചരമവാർഷികമായിരുന്നു 2021 സെപ്റ്റംബർ 11 ആചരിച്ചു വെച്ച സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹത്തിൻ്റെ കൃതിയായിരുന്നു കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, പാഞ്ചാലി ശബദമൊക്കെ കേട്ടോ. അതുപോലെ 2021 സെപ്റ്റംബർ 17 അന്തരിച്ച വിശ്രുതനായ മലയാളി ഭൗതിക ശാസ്ത്രജ്ഞരായിരുന്നു താണു പത്മനാഭൻ അല്ലേ, താണു പത്മനാഭൻ. കരസേന ഉപമേധാവിയായിട്ട് ചുമതലയേറ്റ ആരായിരുന്നു ചോദിച്ചാൽ മനോജ് പാണ്ഡെ കേട്ടോ. ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ പാണ്ഡെയാണ് പുതിയ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റു കേട്ടോ. അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ റാഫയും ആഷ്ലി ബാർട്ടിയും 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ നടന്നു. അതിൽ ആഷ്ലി ബാർട്ടി ആയിരുന്നു കിരീടം, വനിതകളിൽ ആഷ്ലി ബാർട്ടി ആയിരുന്നു കിരീടം നേടിയത് കേട്ടോ. ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരിയായിട്ടുള്ള ബാർട്ടിക്ക് ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആദ്യ കിരീടവും കരിയറിലെ 3ാം ഗ്രാൻഡ് സ്ലാമുമാണ് കിട്ടിയത് കേട്ടോ. ഓസ്ട്രേലിയൻ ഓപ്പൺ ആദ്യമായിട്ട് നേടുന്നത് 3ാമത് ഗ്രാൻഡ് സ്ലാം കിരീടമായിരുന്നു ആഷ്ലി ബാർട്ടിക്ക്. അതുപോലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരായിരുന്നു? റാഫേൽ നഡാലാണ് കേട്ടോ. പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് റാഫേൽ നഡാലാണ്. ഡാനിയൽ മെഡ്വേഡേവ് റഷ്യയുടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കേട്ടോ. ഇതോടുകൂടി 21ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് റാഫേൽ നദാലിൻ്റെ കരിയറിൽ. ആയിരത്തി 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നായകനായിരുന്നു ചരൺജിത്ത് സിംഗ് കേട്ടോ. അദ്ദേഹം അന്തരിച്ചു. 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നായകനായിരുന്നു ചരൺജിത്ത് സിംഗ്. അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം അല്ലേ, ആദിത്യ L1 സൂര്യൻ്റെ ബാധക നിബിഡമായ ബാഹ്യ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേട്ടോ. അതറിഞ്ഞു വയ്ക്കുക. കേരള കലാമണ്ഡലത്തെയും കഥകളിയെയും ലോകപ്രശസ്തമാക്കിയ വിദേശ വനിത അന്തരിച്ചു. പേരായിരുന്നു മിലേന സാൽവിനി. നമ്മൾ പഠിച്ചായിരുന്നു മിലേന സാൽവിനി. ദശകങ്ങളായുള്ള സേവന മികവിന് കരസേനാ മേധാവിയുടെ പ്രശസ്തിപത്രം നേടിയ ആദ്യ കുതിര രാഷ്ട്രപതിയുടെ അംഗരക്ഷക സംഘത്തിൽ നിന്ന് അടുത്തിടെ വിരമിച്ചു. അതിൻ്റെ പേരെന്തായിരുന്നു? വിരാട് എന്ന കുതിരയാണ് കേട്ടോ. വിരാട് എന്ന കുതിരയായിരുന്നു അംഗരക്ഷക സംഘത്തിൽ നിന്ന് അടുത്തിടെ വിരമിച്ചത് വിരാട്. മധ്യ അമേരിക്കൻ രാജ്യമായ ഹോണ്ടുറസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി ചുമതലയേറ്റത് സിയോമാര കാസ്ട്രോ. കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയതിനുള്ള പ്രതിഷേധം കരുത്താർജിച്ചതോടെ ഏത് രാജ്യത്താണ് പ്രധാനമന്ത്രിക്കും കുടുംബത്തിനും രഹസ്യ കേന്ദ്രങ്ങളിൽ കഴിയേണ്ടി വന്നത്? കാനഡയാണ് കേട്ടോ. കാനഡ. ജസ്റ്റിൻ ട്രൂഡോ
അവർക്കായിരുന്നു രഹസ്യ കേന്ദ്രത്തിലേക്ക് കഴിയേണ്ടി വന്നു കേട്ടോ. കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയതിലുള്ള പ്രതിഷേധത്തെ തുടർന്നിട്ട്. വേൾഡ് ഗെയിംസ് പുരസ്കാരം ലഭിച്ച ആർക്കായിരുന്നു? ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഗോൾ കീപ്പറായിട്ടുള്ള PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് വേൾഡ് ഗെയിംസ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ. പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് കേട്ടോ PR ശ്രീജേഷ്. ഇറ്റലിയുടെ പ്രസിഡൻ്റായി തുടരുന്ന ആരായിരുന്നു? സെർജിയോ മാത്തറെല്ലാണ് ഇറ്റലിയുടെ പ്രസിഡൻ്റായിട്ട് തുടരുന്നത് കേട്ടോ. അപ്പോൾ അത്ര പഠിച്ചു വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ 2022 ഫെബ്രുവരി മാസത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എന്നും ക്ലാസ് കണ്ടിന്യൂസ് ആയി കാണുക കേട്ടോ. അടുത്ത പ്രിലിംസ് എക്സാമിലെല്ലാം കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.